കുട്ടിയെ കാണുമ്പോൾ ഞങ്ങൾ ഓടി ഓടിക്കാറുണ്ട്. ഈ റൂട്ടിൽ കൂടെയാണല്ലോ വന്നത്. അപ്പൊ റോഡ് നേരെ ഒരു 4-5 കൊല്ലം മുമ്പ് മലയോര പാത എന്നും കർമ്മ റോഡെന്നും പറയുന്ന സ്ഥലത്തെക്കുറിച്ച് അങ്ങനെ പറയാൻ കഴിയും. ഇന്ന് കേരള സംസ്ഥാനത്ത് ഏറ്റവും ദൈർഘ്യമേറിയ ഒരു പുഴയോര പാത, 5 കിലോമീറ്ററും 800 മീറ്ററുമുള്ള ഒരു പുഴയോര പാത ഈ പൊന്നാനിയിലാണ്. അതിൻ്റെ പുതിയ വികസനത്തെക്കുറിച്ചാണ് ഈ കഴിഞ്ഞ ബജറ്റിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം, പൊന്നാനി എന്ന് പറയുന്ന ഈ ചെറിയ ഒരു ബോട്ടിൽ നെക്കഡായ ഒരു നാടിനെ വികസിപ്പിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി വന്നത് നമ്മൾ വിളിക്കുന്ന പാലോളി പാലം എന്ന് വിളിക്കുന്ന ചമ്രവട്ടം റെഗുലേറ്റർ കമ്പനി വന്നതോടുകൂടിയാണ്. അതുവരെ പൊന്നാനിയിലേക്ക് ഒരാൾ വരണമെങ്കിൽ എടപ്പാളിലൂടെ വരണം. ഇപ്പൊ എങ്ങനെയാണ്? പൊന്നാനിക്കാരൻ മാത്രമല്ല, തെക്കുന്ന് വടക്കിട്ട് പോകുന്നവരും വടക്കുന്ന് തെക്കുന്ന് പോകുന്നവരും പൊന്നാനിയെ തെരഞ്ഞെടുക്കുന്ന രൂപത്തിലേക്ക് മാറിയിട്ടുണ്ട്. ഹൈവേയുടെ വികസനം വന്നിട്ടുണ്ട്. ഈ വികസനങ്ങളെല്ലാം ഇതിന്റെ മുഖച്ഛായ മാറ്റുന്നതിന് ഏറ്റവും കാരണമാകുന്ന ഒന്നാണ്. ആ മുഖച്ഛായ മാറ്റണമെങ്കിൽ പണം നിക്ഷേപിക്കണം. ആ പണം നിക്ഷേപിച്ച് പലപ്പോഴും പറ്റിയിട്ടില്ല. എന്തുകൊണ്ടാണ്? നമ്മൾ മറ്റു ചില കാര്യങ്ങളിൽ കേരളം മുന്നോട്ട് പോകാൻ വേണ്ടി തീരുമാനിച്ചു. മറ്റു സംസ്ഥാനങ്ങളിൽ ആരോഗ്യമെന്ന് പറയുന്നത് ശ്രദ്ധിക്കാറേ ഇല്ല. വിദ്യാഭ്യാസം എന്നുള്ള ആയെങ്കിലായി, ആയില്ലെങ്കിൽ കുഴപ്പമില്ല എന്ന സമീപനമാണ്. പക്ഷേ കേരള സംസ്ഥാനത്തെ ഇടതുപക്ഷത്തിന്റെ സാന്നിധ്യം കൊണ്ട് വിദ്യാഭ്യാസ മേഖലയും ആരോഗ്യ മേഖലയും ഒരിക്കൽ പോലും താഴ്ന്നു പോകാതിരിക്കാൻ വേണ്ടി കഠിനമായ പ്രയത്നിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത് കേരള മോഡൽ എന്നാണ് പറയുന്നത്. കേരള മോഡൽ എന്ന് പറഞ്ഞാൽ ആളോഹരി വരുമാനം, ഒരു മനുഷ്യന്റെ വരുമാനം കുറവാണ് എങ്കിൽ പോലും ആ കുറവുള്ള വരുമാനക്കാരന് കിട്ടുന്ന സേവനങ്ങൾ വലുതാണ്. സാധാരണഗതിയിൽ നന്നായി സ്കൂളിൽ പോകാൻ നല്ല പൈസ ഉള്ളവരെ പറ്റുള്ളൂ. എല്ലായിടത്തും നല്ല ആശുപത്രി പോകണമെങ്കിൽ നല്ല പൈസ ഉള്ളവരെ പറ്റുള്ളൂ. പക്ഷെ കേരളത്തിൽ ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും എല്ലാവർക്കും ഒരുപോലെ അവസരമുണ്ട് എന്നതാണ് പ്രത്യേകത. ആ പ്രത്യേകതയുള്ള കേരളത്തിന് വലിയ വികസനങ്ങൾ ഉണ്ടാവാൻ ചില തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. ആ തടസ്സം സ്വാഭാവികമായി ഉണ്ടായ ഒന്നല്ല. നാം എന്തിനെയാണോ ശ്രദ്ധിച്ചത് അത് നേരെയായി. ആ പണം, അതിൽ കൂടുതൽ പണമില്ലാത്തതുകൊണ്ട് മറ്റു മേഖലയ്ക്ക് ശ്രദ്ധിക്കാൻ കഴിയില്ല. വലിയ വ്യവസായങ്ങൾ വന്നില്ല, വലിയ റോഡുകൾ വന്നില്ല, മൊബിലിറ്റി ഉണ്ടായില്ല. അപ്പോഴാണ് 2016 ഗവൺമെന്റ് വന്നപ്പോൾ അതിന് വലിയ കുതിച്ചുചാട്ടം ഉണ്ടാകണം എന്ന് തീരുമാനിച്ചു. കഴിഞ്ഞ കാലങ്ങളിലുണ്ടായ പോരായ്മകൾ ഒറ്റയടിക്ക് നിൽക്കണമെന്ന് തീരുമാനിച്ചു. 25 കൊല്ലക്കാലത്തിന് ശേഷം വരുന്ന വികസനം ഇവിടെ ഉണ്ടാവണമെന്ന് തീരുമാനിച്ചു. അങ്ങനെ കൊടുത്ത ഒരു സംവിധാനത്തിന്റെ പേരാണ് കിഫ്ബി എന്ന് പറയുന്നത്. ആ കിഫ്ബി എന്ന് പറയുന്ന സംവിധാനത്തിലൂടെ പണം പുറത്തുനിന്ന് സ്വരൂപിച്ചു. ആ സ്വരൂപിച്ച പണം ഉപയോഗിച്ചുകൊണ്ടാണ് കഴിഞ്ഞ 5-8 കൊല്ലമായി നമ്മുടെ നാട്ടിലെ വികസനങ്ങളാകെ നടന്നിട്ടുള്ളത്. ആ വികസനങ്ങൾ 84,000 കോടി രൂപയുടെ വികസനമാണ്. ആ വികസനം സ്കൂളുകളിലെ കെട്ടിടങ്ങളായി വന്നിട്ടുണ്ട്, ആശുപത്രിയുടെ സൗകര്യങ്ങൾ വികസിപ്പിച്ചിട്ടുണ്ട്, പാലങ്ങൾ ഉണ്ടായിട്ടുണ്ട്, റോഡ് ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം കിഫ്ബിയുടെ ഫണ്ട് കൊണ്ടുണ്ടായതാണ്. അങ്ങനെയാണ് കേരളം മാറിയത്. ആ മാറ്റത്തിന്റെ ഭാഗമാണ് പൊന്നാനി മാറിയത്. ആ മാറ്റങ്ങളിലേക്ക് ഇനി പുറകോട്ട് പോകാൻ പറ്റാത്ത രൂപത്തിലേക്ക് നമുക്ക് വലിയ രൂപത്തിൽ മുന്നേറാൻ സാധിച്ചിട്ടുണ്ട്. ഈ സാധ്യതകളെല്ലാം ഇപ്പൊ പറയുന്നത് നിങ്ങൾക്ക് തെറ്റുപറ്റി എന്നാണ്. നിങ്ങൾ നന്നായി ജീവിക്കുന്നത് നിങ്ങൾക്ക് പണം തരില്ല എന്നാണ് ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് പറയുന്നത്. നിങ്ങൾ നന്നായി പട്ടിണി കിടക്കും, അപ്പോൾ പണം തരാമെന്ന് പറയുന്നത്. നമ്മൾ വളരെ ആസൂത്രിതമായി കാര്യങ്ങൾ നടത്തി മുന്നോട്ട് പോയത് കുറ്റമായി കാണുന്ന ഒരു ഗവൺമെന്റ് ഇന്ത്യ ഭരിക്കുകയാണ്. ആ ഗവൺമെന്റ് ഭരിക്കുന്ന ന്യായം ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല. അവർ ന്യായം പറയുന്നതിന് കാരണം ഈ കേരളത്തിൽ ഇടതുപക്ഷമാണ് ഭരിക്കുന്നത് എന്നുകൊണ്ടാണ്. അവർക്കൊരിക്കലും കയറി വരാൻ പറ്റുന്നില്ല എന്നതുകൊണ്ടാണ്. കേരളം സഹ്യപർവ്വതനെ പോലെ കാറ്റിനെ മാത്രമല്ല തടഞ്ഞു നിർത്തിയത്, ഇവിടുത്തെ വർഗീയ വിഷവിക്തിനെ പോലും തടഞ്ഞു നിർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. BJPയുടെ സംഘപരിവാർ രാഷ്ട്രീയം ഇന്ത്യ മുഴുവൻ അരങ്ങുവാഴുന്ന കാലത്തും ഈ കേരളത്തിൽ അവർക്ക് തൊട്ടുതൂടാൻ കഴിയാതെ പോയിട്ടുള്ളത് ഇവിടുത്തെ ഇടതുപക്ഷ പ്രബുദ്ധത കൊണ്ടാണ്. അതുകൊണ്ട് അവർ തീരുമാനിച്ചു, ആ ഇടതുപക്ഷം ഭരിക്കുന്ന നാടിനെ നശിപ്പിക്കണം എന്ന് തീരുമാനിച്ചിരിക്കുക. അവർ കേരളത്തോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആ യുദ്ധത്തിന് മുമ്പിൽ മുട്ടുമടക്കാൻ തയ്യാറില്ല എന്ന പ്രഖ്യാപനമാണ് നാം ഈ സമയത്ത് നടത്തുന്നത്. അതിനെതിരായ സമരത്തിന്റെ ഭാഗമായിട്ടാണ് ഈ 25-ാം തീയതി നാം സമരം ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ദീർഘമായി പറയുന്നില്ല. 2 കേന്ദ്രങ്ങൾ കൂടിയുണ്ട്. അവസാനത്തെ കേന്ദ്രത്തിൽ നമ്മളേറെ കാത്തിരിക്കുന്ന ഉജ്ജ്വലനായ പ്രാസംഗികൻ സഖാവ് പ്രേംനാഥ് അവിടെ പങ്കെടുക്കുന്നുണ്ട്.
അതിനു മുമ്പ് ജാഥ അവിടെ എത്ര നിന്നതുകൊണ്ട് തന്നെ ഈ ജാഥയിൽ ഇവിടെ നൽകിയ സ്വീകരണത്തിൽ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അഭിവാദനം.